മെയിൻ റോഡത്തേക്കും ഒരു വണ്ടിയും കിട്ടാല്ല. എന്താ ഒരു അലാക്കാത്, ഏതൊരു ചെറുക്കം മുന്നോട്ടാ. വണ്ടിന്റെ മുന്നിൽ എന്തായാലും ആസോട്ട റോക്കറ്റ് മാറി ഒന്ന് തിരിച്ചാ ഒന്ന് തിരിക്കാൻ. ഐസാമിന്റെ കടയൊക്കെ തുടങ്ങി തിരിക്കാൻ. അവിടെ എന്താ പരിപാടി? അവൻ കുറച്ച് ഓട് വെറുതെ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ കടക്കുക. അനക്ക് ആവശ്യം നമുക്കും കിട്ടും. എത്ര ആൾക്കാർ വെറുതെ കൊടുക്കണത് അറിയാം? എത്ര പാവപ്പെട്ട ആൾക്കാരെ വന്ന് മേടിക്കണത്? അങ്ങനെ ദുരിതം വെക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് വന്ന് ഓട് വാങ്ങുകയാണ്. ആരപ്പത്? നല്ല സാധനങ്ങളായിട്ട് അത് നമ്മളൊരു കൂട്ടുകാരനായിട്ട് വരും. അപ്പൊ ഞാനിപ്പോ കുറച്ച് പഴയ വീടുകളൊക്കെ വെറുതെ കൊടുക്കണ്ടേ. കണ്ടമാനം ആൾക്കാർ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ചോട്ടിലെത്തി. അപ്പൊ മിനിഞ്ഞാന്തത കാറ്റുമഴയ്ക്ക് ഓന്റെ നമ്മളെ ചന്ദ്രന്റെ പേര കംപ്ലീറ്റ് പോയേക്കണം. പാവം ഒരു 3-4 പേരെ പോയേക്കണോ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിൽ ഇങ്ങനെ കണ്ടു. കുറെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ അതിനെന്താ, വളരെ സന്തോഷം. ഒരാൾക്ക് ഉപകാരം ചെയ്യാറുണ്ട് ഏറ്റവും വലിയ. ആയിക്കോട്ടെ, ചെന്നെ അറിയില്ലേ? ചെന്നെ അറിയില്ല, എന്നെ അറിയാലോ. പിന്നെപ്പോ എന്താ? അല്ല, ഞാനൊരു കാര്യം, ഇത്രയും വലിയ സ്ഥലത്ത് ഈ ഓടൊക്കെ കൊടുക്കാനുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ കുറച്ച് വാതിലും കട്ടിഞ്ചെല്ലാം കൊടുക്കാം, ഓടുണ്ടെങ്കിലും ഒക്കെ കൊടുക്കാം. നമുക്ക് ഞാനൊരു കാര്യം ഈ ചെയ്യണം, നല്ല കാര്യം റംസാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പരസ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ആ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. കാരണം ഒരു മനുഷ്യൻ സഹായിക്കാന്ന് പറഞ്ഞാലേ ഈ കാലഘട്ടത്തിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും വിട്ടോളി, നമ്മൾ കൊടുക്കും. വളരെ സന്തോഷം. ഈ വിധവകളൊക്കെ ഉണ്ടാവില്ല, വീടില്ലാത്തവർക്ക്, അവർക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഒരു പൈസ തരണ്ട, കയറ്റി കൊടുക്കാം. ആ പണിക്കൂലി ഞാൻ കൊടുത്തോളാം. വളരെ സന്തോഷം കേട്ടോ. ജോലിട്ട് വന്ന് ഗോഡുകളൊക്കെ എടുത്താൽ പോകാൻ പാവപ്പെട്ടവരുണ്ടായി പറഞ്ഞാൽ ആയിക്കോട്ടെ. ഈ കട്ടിലിന്റെ എല്ലാം കൂടെ പറഞ്ഞ് ആദ്യം നമുക്ക് അവിടെ കൊടുക്കണം. ആയിക്കോട്ടെ, അങ്ങോട്ട് പോയി കേട്ടോ. അല്ല, ഇതിപ്പോ സാധനം കൈകൊള്ളുള്ള കൊടുക്കുക അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മള് പാവപ്പെട്ടവരാണ്, നമ്മളെ മനസ്സിൽ എപ്പോഴും തുറന്നു പടച്ചം തുണക്കട്ടെ എല്ലാരും. നല്ല കാര്യം. എല്ലാ സാധനവും കട്ടിയും ജനലും വാതിലും ഒക്കെ ഉണ്ട്. വിലക്കും വിൽക്കാം. പാവപ്പെട്ടവരൊന്നുമില്ല, ആർക്കും കൊടുക്കാം. പാവപ്പെട്ടവരാണ് നമുക്ക് വെറുതെ കൊടുക്കാം. ടൈമും നേരം ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമാണ് നിങ്ങളെ നാട്ടിൽ പാവപ്പെട്ടവരാണ്. നിങ്ങൾ വിളിച്ചാൽ മതി, ആളെ പറഞ്ഞാൽ മതി. നമ്മൾക്ക് നിങ്ങള് ഒരു കേടുണ്ടാവില്ല. വാതിലുണ്ടോ? ഇതൊക്കെ കൊടുക്കാനുള്ളതല്ലേ? ഇത് വിലക്ക് വിൽക്കാനുള്ളതാണ്. പാവപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മൾ വെറുതെയും കൊടുക്കും. അത്രയും സാധനം കാര്യം നമുക്ക് ഒരു ധാരണമാണ്. ഒരു പാവപ്പെട്ട കേക്കിന്റെ വാതിലാണ്, നമുക്ക് പാവപ്പെട്ടവരാണെങ്കിൽ കൊടുക്കാം.